മക്കളെ നമസ്കാരം. നെക്സ്റ്റ് സെക്ഷൻ 4.3 ആണ്. ലെബിക് ഇൻ്റഗ്രൽ ഓഫ് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ തൊട്ട് മുന്നേ ആദ്യം നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ ലെബിക് ഇൻ്റഗ്രലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നിന്ന് സിമ്പിൾ ഫംഗ്ഷനിലേക്ക് വന്നു. സിമ്പിൾ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബൗണ്ടഡ് മെഷറബിൾ ഫങ്ഷൻസ് ഡിഫൈൻഡ് ഓൺ എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ, അതാണ് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസ് സ്റ്റേജ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ, സെക്കൻഡ് സ്റ്റേജ് സിമ്പിൾ ഫംഗ്ഷൻ. കാരണം സിമ്പിൾ ഫംഗ്ഷനെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനുമായിട്ട് കനോണിക്കൽ ഫോർമേഷനുണ്ട്. നെക്സ്റ്റ് സ്റ്റേജ് സിമ്പിൾ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഓൺ എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷറിലേക്ക് അത്തരം ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രലിനെ സിമ്പിൾ ഫംഗ്ഷൻ ഉപയോഗിച്ച് എഴുതാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലിനെ കുറിച്ചാണ്. ഈ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസ് വിത്ത് ഡിഫൈൻഡ് ഓൺ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷറിനെ കുറിച്ചാണ് നോക്കുന്നത്. അതായത് തേർഡ് ഫ്ലോർ ഉപയോഗിച്ചുകൊണ്ട് ഫോർത്ത് ഫ്ലോർ. ഇപ്പോൾ ബേസ്മെൻറ്റ് ഫ്ലോർ എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ, ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ, ഫസ്റ്റ് ഫ്ലോർ സിമ്പിൾ ഫംഗ്ഷൻ, സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുന്നത് ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഓൺ എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ, ആൻഡ് നെക്സ്റ്റ് ഫോർത്ത് എന്ന് പറയുന്ന തേർഡ് ഫ്ലോർ എന്ന് പറയുന്നതാണ് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് ലെബിക് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് ആദ്യം ഒരു ഡെഫിനേഷനാണ് നോക്കുന്നത്. ലെറ്റ് എഫ് ബി എ ബൗണ്ടഡ് measurable function defined on a set of finite measure E, then f is said to be vanish outside a set of finite measure if there exists E naught subset of E such that measure of E naught less than infinity and f equal to 0 on E minus E naught. f equal to 0 എന്ന് പ്രത്യേകം ശ്രമിക്കുക. f equal to 0 പറഞ്ഞാൽ ഇവിടെ 3 ലൈൻസ് കൊടുക്കാനുള്ള കാരണം ഇ മൈനസ് ഇ നോട്ടിലെ മുഴുവൻ പോയിൻറ്റ്സിലും ഫംഗ്ഷൻ സീറോ ഫംഗ്ഷൻ ആകുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നു, ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇ എന്ന സെറ്റിലാണ്. ആ ഇ എന്ന സെറ്റിൻ്റെ ഒരു സബ്സെറ്റാണ് ഇ നോട്ട്. ഇ നോട്ടിൻ്റെ മെഷർ ഫൈനൈറ്റുമാണ്. ഓക്കെ, അപ്പോൾ ഈ സെറ്റിൻ്റെ ഔട്ട്സൈഡിൽ ഫംഗ്ഷൻ സീറോ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇ മൈനസ് ഇ നോട്ടിൽ ഫംഗ്ഷൻ സീറോ ആകുമെന്ന് മാത്രമേ അർത്ഥമുള്ളൂ, അത്രേ അർത്ഥമുള്ളൂ. അപ്പോൾ ഡൊമെയിൻ സെറ്റ് ഇയുടെ മെഷർ ഫൈനൈറ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എഫ് ഈസ് എ മെഷറബിൾ ഫംഗ്ഷൻ with defined on a set E, measurable set E, and E naught be a subset of E such that measure of E naught less than infinity, then this function is said to be vanish outside a set of finite measure പറഞ്ഞു കഴിഞ്ഞാൽ E നോട്ടിൻ്റെ ഔട്ട്സൈഡിൽ ഇത് സീറോ ആവണമെന്നാണ് അർത്ഥം. ഓക്കെ, ഇനി അടുത്തത് ഒരു ഫംഗ്ഷൻ്റെ ഫൈനൈറ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഒരു ഫംഗ്ഷൻ്റെ ഫൈനൈറ്റ് സപ്പോർട്ട് നോക്കുന്നതിന് വേണ്ടി നോക്കാം. എ ഫംഗ്ഷൻ that vanish outside a set of finite measure has a finite support. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇയിൽ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ഇ നോട്ട് എന്ന സബ്സെറ്റിൻ്റെ മെഷർ ഫൈനൈറ്റ് ആണ്. കൂടാതെ ഇ നോട്ടിൻ്റെ ഔട്ട്സൈഡ് റീജിയണിൽ ഫംഗ്ഷൻ സീറോ ഫംഗ്ഷനാണ്. അതായത് എഫ് ഓഫ് എസ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ മൈനസ് ഇ നോട്ട്. ഇ മൈനസ് ഇ നോട്ടിലുള്ള എല്ലാ പോയിൻറ്റ്സിലും ഫംഗ്ഷൻ സീറോ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷന് നോൺ സീറോ വാല്യൂ കിട്ടുന്നത് ഇ നോട്ടിലായിരിക്കും. ഓക്കെ, കാരണം ഈ നോട്ടിൻ്റെ ഔട്ട്സൈഡ് മുഴുവൻ സീറോ ആകുമ്പോൾ ഈ നോട്ടിൽ ആണ് സീറോ കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ഓഫ് ദിസ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഒരു ഫംഗ്ഷന് നോൺ സീറോ വാല്യൂ കിട്ടുന്ന ഡൊമെയിൻ്റെ സബ്സെറ്റിനെയാണ് അതിൻ്റെ സപ്പോർട്ട് എന്ന് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് സപ്പോർട്ട് ഓഫ് എ ഫംഗ്ഷൻ എഫ് മീൻസ് എ സബ്സെറ്റ് ഇ നോട്ട് ഓഫ് ഇ സച്ച് ദാറ്റ് ഇ നോട്ട് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഇ നോട്ട് എന്ന സെറ്റിൻ്റെ പ്രത്യേകത സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. ഇതിനെയാണ് സപ്പോർട്ട് ഓഫ് എ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ കേസിലൊക്കെ നമ്മൾ ടോപ്പോളജിക്കൽ വ്യൂ പോയിൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ സപ്പോർട്ട് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0യുടെ ക്ലോഷറിനെയാണ് സപ്പോർട്ട് ഓഫ് എ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. കണ്ടിന്യൂറ്റിയുടെ കേസിൽ ടോപ്പോളജിക്കൽ പെർസെപ്ഷനിൽ സപ്പോർട്ട് ഓഫ് എഫ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആൾ സച്ച് പോയിൻറ്റ്സ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0, ക്ലോഷർ, അതിൻ്റെ ക്ലോഷറാണ് എടുക്കുന്നത് സപ്പോർട്ട് എഫ് എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ നമ്മൾ ക്ലോഷർ കൺസിഡർ ചെയ്യുന്നുമില്ല. ഓക്കെ, ഇനി അടുത്തൊരു നോട്ട് നോക്കാം. ഹൗവർ ഈവൺ ഇഫ് മെഷർ ഓഫ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഇഫ് എഫ് ഈസ് ബൗണ്ടഡ് ആൻഡ് മെഷറബിൾ ഓൺ ഇ ബട്ട് ഹാസ് ഫൈനൈറ്റ് സപ്പോർട്ട് വി ക്യാൻ ഡിഫൈൻ ദി ഇൻ്റഗ്രൽ ഓഫ് f over E defined by
ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ നോട്ട് എഫ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ലെബേക്ക് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യുമ്പോൾ ഡൊമെയിൻ സെറ്റിലെ ടോട്ടൽ വാല്യൂവിന് ആവശ്യമില്ല നമുക്ക്. അതായത് സപ്പോർട്ടിലെ വാല്യൂ മാത്രമേ ആവശ്യമുള്ളൂ. സപ്പോർട്ടിൻ്റെ ഔട്ട് സൈഡിലൊക്കെ ഫംഗ്ഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. അവിടെ ഇൻ്റഗ്രൽ വാല്യൂ ഓട്ടോമാറ്റിക്കലി 0 ആയി പോകും. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ഇ ക്യാൻ ബി റിട്ടേൺ എസ് ഇൻ്റഗ്രൽ ഓവർ ഇ നോട്ട് എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് എഫ് എന്ന് പറയാം. പക്ഷേ ഇ മൈനസ് ഇ നോട്ടിൻ്റെ മെഷർ 0 ആയതുകൊണ്ട് ആ ഇൻ്റഗ്രൽ വാല്യൂ ഇ മൈനസ് ഇ നോട്ടിൻ്റെ മെഷർ 0 അല്ല, ഇ മൈനസ് ഇ നോട്ടിൽ ഫംഗ്ഷൻ 0 ആയതുകൊണ്ട് ആ ഇൻ്റഗ്രൽ വാല്യൂ 0 ആയി പോകും. അപ്പോൾ നമുക്ക് ഇ നോട്ടിലുള്ളത് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഒരു സപ്പോർട്ട് തന്നിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റഗ്രൽ എഴുതാൻ നമുക്ക് എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ റിയൽ ലൈനിൽ നിന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ ക്ലോസ് ഇൻ്റർവൽ 0 ഡിഫൈൻ ചെയ്യുമ്പോൾ ക്ലോസ് ഇൻ്റർവൽ 0 റേഷണൽ 1ഉം ഇറാഷണൽ 0 ആണ് കൊടുക്കുക. അപ്പോൾ റിയൽ ലൈനിലും അത് പറ്റുന്നതാണ്. ഫുൾ റേഷണൽ നമ്പേഴ്സിന് 1 കൊടുക്കുന്നു, ഇറാഷണൽ നമ്പേഴ്സിന് 0 കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് റാഷണൽ സെറ്റാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. റാഷണലി നോട്ട് ഈക്വൽ ടു 0യും റാഷണലി 0 ആവുന്നതുകൊണ്ട് ഇവിടെ ഇ നോട്ട് ഈക്വൽ ടു ക്യൂ ആണ് നമുക്ക് കിട്ടുന്നത് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഇൻ്റഗ്രൽ വാല്യൂ തൊട്ട് മുകളിലെ കൺസെപ്റ്റ് വെച്ച് ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ക്യൂ എഫ് മതി. കാരണം ക്യൂ കോംപ്ലിമെൻറ്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആവുന്നതുകൊണ്ട് ആ ഇൻ്റഗ്രൽ വാല്യൂ ബാലൻസ് 0 ആയി പോവുകയാണ് ചെയ്യുക. ഓക്കെ, പിന്നെ പ്രത്യേകം നോട്ട് ചെയ്യുക, ഇവിടെ ഇൻ്റഗ്രൽ ഓവർ ക്യൂ എഫ് എന്ന് പറയുന്നത് എഫ് ക്യൂവിൽ 1 ആണ്. 1 ഇൻറ്റു മെഷർ ഓഫ് ക്യൂ ആണ്. മെഷർ ഓഫ് ക്യൂ 0 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ്റെ ലെബേക്ക് ഇൻ്റഗ്രൽ ഓവർ ആർ എടുത്താലും ഇൻ്റഗ്രൽ വാല്യൂ 0 തന്നെയായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഒരു ഡെഫിനിഷൻ നോക്കാം. ഫോർ എഫ് എ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ഓൺ ഇ വി ഡിഫൈൻ ദി ഇൻ്റഗ്രൽ. അപ്പോൾ നമ്മൾ ഒരു നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നാണ് നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചത്. കാരണം ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനിൽ നിന്ന് സിമ്പിൾ ഫംഗ്ഷനിൽ നിന്ന് ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഓൺ എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ. അതിനുശേഷം നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ. ലെറ്റ് എഫ് ബി എ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ സെറ്റ് ഇ. അങ്ങനെയാണെങ്കിൽ ഹൗ ക്യാൻ വി ഡിഫൈൻ ദി ലെബേക്ക് ഇൻ്റഗ്രൽ ഓഫ് ദിസ് ഫംഗ്ഷൻ ഓവർ ഇ in terms of bounded measurable functions with finite support? That means if h be any bounded measurable function with h less than or equal to f, 0 less than or equal to h less than or equal to f. ഇവിടെ 0 എന്ന് കൂടി കൊടുക്കാനുള്ള കാരണം എഫ് നോൺ നെഗറ്റീവ് ആണ്. അപ്പോൾ എച്ചും നോൺ നെഗറ്റീവ് ആയിട്ട് ചൂസ് ചെയ്തു. എച്ച് ഒരു ബൗണ്ടഡ് ആണ്, മെഷറബിൾ ആണ്, കൂടാതെ ഫൈനൈറ്റ് സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നു. ഫൈനൈറ്റ് സപ്പോർട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എച്ച് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഈ എച്ചിൻ്റെ സപ്പോർട്ട് ഇ നോട്ടിൻ്റെ മെഷർ ഫൈനൈറ്റ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ശരിക്കും ഈ എച്ച് എന്ന് പറയുന്നത് നമ്മളുടെ സെക്കൻഡ് ഫ്ലോർ ആയിട്ടുള്ള ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ഡിഫൈൻ ഓൺ എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ എന്ന കൺസെപ്റ്റിൽ വരുന്ന ഫംഗ്ഷനാണ്. ആ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലിനെ ഫംഗ്ഷൻസ് ഓഫ് ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസ് വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്നാണ് ഈ ഡെഫിനിഷനിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി എബൌട്ട് ഡെഫിനിഷൻ ഈസ് ദ ലെബേക്ക് ഇൻ്റഗ്രൽ ഓഫ് ദി നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ഇ. അത് എക്സ്റ്റൻഡ് വാല്യൂ ഫംഗ്ഷനും പോസിബിൾ ആണ്. വേർ മെഷർ ഓഫ് ഇ മേ ഓർ മേ നോട്ട് ബി ഫൈനൈറ്റ്. അപ്പോൾ തൊട്ടും ആ കഴിഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുമ്പോൾ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷറാണ്. അവിടെ ഈയുടെ മെഷർ ഫൈനൈറ്റ് ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. ഇവിടെ ഈയുടെ മെഷർ ഇൻഫിനിറ്റി ആണെങ്കിൽ പോലും എഫ് എന്ന ഫംഗ്ഷൻ്റെ ലെബേക്ക് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ എടുക്കുന്നത് എഫ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡൊമൈൻ ആയിട്ടുള്ള ഇയിൽ ഡിഫൈൻ ചെയ്യുന്ന ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസ് എടുക്കുന്നു വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട്. അതായത് ഈയുടെ ഉള്ളിൽ ഫൈനൈറ്റ് മെഷറുള്ള ഒരു സെറ്റിൽ ഇ നോട്ടിലായിരിക്കും എച്ച് എന്ന ഫംഗ്ഷൻ നോൺ 0 കിട്ടുക. ഇ നോട്ടിൻ്റെ ഔട്ട്സൈഡ് റീജിയണിൽ എച്ചിൻ്റെ വില 0 ആയിട്ട് പോകും. അത്തരം ഫംഗ്ഷൻസിൻ്റെ സുപ്രീമം വാല്യൂവിനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ ഓവർ എഫ് ആയിട്ട് എടുത്തിരുന്നത്. ഓക്കെ, ഇപ്പോൾ ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ ഈസ് ലെബേക്ക് ഇൻ്റഗ്രബിൾ ഓൺ ആർ ബട്ട് എ നോൺ 0 കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആർ നോട്ട് ലെബേക്ക് ഇൻ്റഗ്രൽ ഓവർ ആർ. ഇനി ഒരു ഫംഗ്ഷൻ ലെബേക്ക് ഇൻ്റഗ്രബിൾ എന്ന് വിളിക്കണമെങ്കിൽ ആ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷനെ ലെബേക്ക് ഇൻ്റഗ്രബിൾ എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ഫൈനൈറ്റ് ആയിരിക്കണം. എ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ഈസ് ഇൻ്റഗ്രബിൾ, ലെബേക്ക് ഇൻ്റഗ്രബിൾ, ഇഫ് ഇറ്റ്സ് ലെബേക്ക് ഇൻ്റഗ്രൽ ഈസ് ഫൈനൈറ്റ്. അപ്പോൾ ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ ലെബേക്ക് ഇൻ്റഗ്രബിൾ ആണ്, കാരണം അതിൻ്റെ വാല്യൂ 0 ആണെന്ന് കിട്ടുന്നത് ഓവർ ആറിൽ. ഇനി കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ ആർ കെ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു മെഷർ ഓഫ് ആർ ആണ്. കെ ഇൻറ്റു മെഷർ ഓഫ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ഇൻറ്റു ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് ഇൻഫിനിറ്റി ആണ് കിട്ടുക. ഓക്കെ, ഇനിയിപ്പോൾ നോൺ നെഗറ്റീവ് കേസ് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് കെ പോസിറ്റീവ് ആയിട്ടുള്ള കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കണം. ഇനി വളരെ പ്രസിദ്ധമായ ഒരു ഇന്നിക്വാളിറ്റിയാണ് ചെബിഷെഫ് ഇന്നിക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷനും ഒരു പോസിറ്റീവ് നമ്പറും ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്ന ഒരു ഇന്നിക്വാളിറ്റി. ആ ഇന്നിക്വാളിറ്റിയുടെ പ്രത്യേകത ഈ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ
ഇപ്പോൾ ഒരു നമ്പർ, ഒരു ലാംഡ എന്നൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ എഫ് ഓൾറെഡി നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസിൻ്റെ എബോവ് ആയിരിക്കും. ഇപ്പോൾ എക്സ് ആക്സിസിൻ്റെ എബോവിൽ വരുന്ന ഒരു നമ്പറാണ് ലാംഡ എന്ന് വിചാരിക്കുക, അത് വൈ ആക്സിസിലെ ഒരു വിലയാണ് ലാംഡ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ലാംഡ എന്ന അതായത് ഒരു ലാംഡയിലൂടെ പാസ് ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ എബോവിലുള്ള ഫംഗ്ഷൻ്റെ പ്രീ ഇമേജ്, അതായത് സെറ്റ് ഓഫ് ആൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് ലാംഡ, ആൽഫയല്ല ഇവിടെ ലാംഡ എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് ലാംഡ ടു ഇൻഫിനിറ്റി, അതായത് ലാംഡയ്ക്ക് ശേഷം വരുന്നതിൻ്റെ ഇൻവേഴ്സ് ഇമേജിൻ്റെ മെഷർ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/λ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ എഫ് ആയിരിക്കും. അപ്പോൾ എഫ് ആദ്യം ലബേക്ക് ഇൻ്റഗ്രബിൾ ആണെങ്കിൽ ലബേക്ക് ഇൻ്റഗ്രൽ എഫിനുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് 1/λ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഫ് ഇൻവേഴ്സ് ഓഫ് ലാംഡ ടു ഇൻഫിനിറ്റിയുടെ മെഷർ കണ്ടുപിടിക്കാൻ പറ്റും. അത് മെഷർ ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ക്ലോസ്ഡ് ലാംഡ ടു ഇൻഫിനിറ്റി. ഇപ്പോൾ സപ്പോസ് ചെയ്തു എഫ് ഈസ് എ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ഓൺ ഇ and lambda is a positive number, and we consider E lambda equal to set of all x element of E such that f of x greater than or equal to lambda. Actually E lambda എന്ന് പറയുന്നത് f inverse of closed interval lambda to infinity ആണ്. ഓക്കെ, ഇൻവേഴ്സ് സെറ്റാണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് എഫ് ഒരു മെഷറബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി എന്ന ഫോമിൽ വരുമ്പോൾ നമ്മളെ തേർഡ് ചാപ്റ്ററിലെ പ്രപ്പോസിഷൻ 1 പ്രകാരം ഈ ലാംഡ എന്ന് പറയുന്ന ഒരു മെഷറബിൾ സബ്സെറ്റ് ഓഫ് ഇ ആയിരിക്കും. ഓക്കെ, പക്ഷേ ഈ ലാംഡയ്ക്ക് 2 പോസിബിലിറ്റിയാണ്. അതിന് ഇൻഫിനിറ്റി മെഷറും വരാം, ഫൈനൈറ്റ് മെഷറും വരാം. അപ്പോൾ ആദ്യം കേസ് 1 എടുത്തു, ഇഫ് മെഷർ ഓഫ് ഈ ലാംഡ ഈസ് ഇൻഫിനിറ്റി, ആൻഡ് then we define for each n element of n we define a new set ഈ ലാംഡ n. ഈ ലാംഡ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാംഡയും n എന്ന നമ്പർ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന സെറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ഈ ലാംഡ ഇൻ്റർസെക്ഷൻ ക്ലോസ് ഇൻ്റർവൽ മൈനസ് n. ഈ ക്ലോസ് ഇൻ്റർവൽ മൈനസ് n എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ഇൻ്റർവലാണ്. അപ്പർ ബൗണ്ട് n ഉം ലോവർ ബൗണ്ട് മൈനസ് n ഉമാണ്. അപ്പോൾ ഈ ലാംഡ ഇൻ്റർസെക്ഷൻ ദാറ്റ് മസ്റ്റ് ബി എ ബൗണ്ടഡ് സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ലാംഡ n ഈസ് എ ബൗണ്ടഡ് സബ്സെറ്റ്. ഇനി അതിൻ്റെ ലെങ്ത്ത് എന്തായാലും ക്ലോസ് ഇൻ്റർവൽ മൈനസ് n ലെങ്ത്തിനേക്കാൾ കുറവായിരിക്കും. ബിക്കോസ് ഈ ലാംഡ n ഈസ് എ സബ്സെറ്റ് ഓഫ് ക്ലോസ് ഇൻ്റർവൽ മൈനസ് n ആയതുകൊണ്ട് അതിൻ്റെ മെഷർ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെഷർ ഓഫ് ദാറ്റ് ഇൻ്റർവൽ. പക്ഷേ മെഷർ ഓഫ് ദാറ്റ് ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് പോയിൻറ്റ് മൈനസ് ലെഫ്റ്റ് ഹാൻഡ് പോയിൻ്റ് ആണ്. അത് n മൈനസ് n, ദറ്റ് ഈസ് n പ്ലസ് n, ദറ്റ് ഈസ് ഈക്വൽ ടു 2n. അപ്പോൾ ഈ ലാംഡ n എന്ന് പറയുന്ന സെറ്റിൻ്റെ മെഷർ ആൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2n എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ലാംഡ n ഓൾറെഡി മെഷറബിൾ ആണ്. കാരണം ഈ ലാംഡയും മെഷറബിൾ ആണ്. ക്ലോസ് ഇൻ്റർവൽ മൈനസ് n ഈസ് ആൾസോ മെഷറബിൾ. ഇൻ്റർസെക്ഷൻ ഓഫ് 2 മെഷറബിൾ സെറ്റ്സ് അഗെയിൻ മെഷറബിൾ, ആൻഡ് യൂണിയൻ ഓഫ് സച്ച് ഈ ലാംഡ എൻസ് ഫോം ഇ. അപ്പോൾ നമുക്ക് ഈ ഇത്തരം സെറ്റുകളുടെ യൂണിയനും ഈക്വൽ ആയിരിക്കും. അത് നിങ്ങൾക്ക് പിന്നീട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്, ഇവിടെ ആവശ്യമില്ല. ഇനി നോട്ട് ചെയ്യുക, ഈ ലാംഡ 1 എന്ന് പറയുന്നത് ഈ ലാംഡ ഇൻ്റർസെക്ഷൻ ക്ലോസ് ഇൻ്റർവൽ -1 ആണ്. ഈ ലാംഡ 2 എന്ന് പറയുന്നത് ഈ ലാംഡ ഇൻ്റർസെക്ഷൻ ക്ലോസ് ഇൻ്റർവൽ -2 ആണ്. അപ്പോൾ വലുതായി കൊണ്ടിരിക്കുകയാണ് സെറ്റ്. അതായത് ഇത് ഒരു അസെൻഡിങ് ചെയിൻ ഓഫ് സെറ്റ്സ്, മെഷറബിൾ സെറ്റ്സ് ആണ്. ഈ ലാംഡ 1 ഈസ് എ സബ്സെറ്റ് ഓഫ് ഈ ലാംഡ 2 ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സെട്ര. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂറ്റി ഓഫ് മെഷർ എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് മെഷർ ഓഫ് ദി യൂണിയൻ ഈക്വൽ ടു ഈ ലാംഡ ഈക്വൽ ടു യൂണിയൻ ഈ ലാംഡ എന്നാണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ മെഷർ ഓഫ് ഈ ലാംഡ ഈക്വൽ ടു മെഷർ ഓഫ് ദി യൂണിയൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റിംഗ് മെഷർ, അല്ലേ? ലിമിറ്റ് ഓഫ് മെഷർ ഓഫ് ഈ ലാംഡ എന്നാണ്. അവിടെ ചെറിയ എററുണ്ട്. ലിമിറ്റ് n ടെൻഷൻ ഇൻഫിനിറ്റി ഈ ലാംഡ എന്നല്ല, ലിമിറ്റ് n ടെൻഷൻ ഇൻഫിനിറ്റി മെഷർ ഓഫ് ഈ ലാംഡ എന്നായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വി ഡിഫൈൻ എ ഫംഗ്ഷൻ psi n ഈക്വൽ ടു ലാംഡ ഇൻറ്റു കൈ ഈ ലാംഡ n. ശരിക്കും അതിന് കൈ ഈ ലാംഡ എന്നിൻ്റെ വില 1, ഈ ലാംഡ എന്നിൽ 1ഉം ബാലൻസ് കേസ് എന്തായിരിക്കും 0യും ആയിരിക്കും. സോ psi n എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു സിമ്പിൾ ഫംഗ്ഷൻ, ഒരേ ഒരു ഇമേജ് ഉണ്ടാവുള്ളൂ ലാംഡ മാത്രം. പിന്നെ 0 ഇമേജാണ് കിട്ടുക, അതിൻ്റെ ഔട്ട്സൈഡ് റീജിയണിൽ 0. അപ്പോൾ 2 ഇമേജാണ് കിട്ടുക, ലാംഡയും 0യും. 2 ഇമേജ് ഉള്ളത് കൊണ്ട് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇമേജസ് ആയതുകൊണ്ട് ദിസ് മസ്റ്റ് ബി എ സിമ്പിൾ ഫംഗ്ഷൻ ആയിരിക്കും. കാരണം ഈ ലാംഡ n മെഷറബിൾ ആയതുകൊണ്ട് കൈ ലാംഡ n ഈസ് ആൾസോ മെഷറബിൾ. ഫോർ ലാംഡ ഇൻറ്റു കൈ ലാംഡ n ഈസ് എ മെഷറബിൾ ഫംഗ്ഷൻ. ദാറ്റ് മീൻസ് psi n ഈസ് മെഷറബിൾ ഫോർ എവരി n എലമെൻറ്റ് ഓഫ് n എന്ന് കിട്ടുന്നു. അപ്പോൾ ഇനി psi n ഹാസ് ഓൺലി 2 വാല്യൂസ്, ലാംഡ ആൻഡ് 0. ഈ ലാംഡ എന്നിൽ ലാംഡയും ഔട്ട്സൈഡ് 0യും ആയിരിക്കും. ഇൻ്റഗ്രൽ ഓവർ ലാംഡ n എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ശരിക്കും ഈ ലാംഡ n ഈസ് ദ സപ്പോർട്ട് ഓഫ് ദിസ് ഫംഗ്ഷൻ psi n. ഫോർ ഈ ലാംഡ psi n ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ ലാംഡ n ലാംഡ വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഈ ലാംഡ n എന്ന് കിട്ടുന്നു. ഓക്കെ, ബട്ട് യു നോ അവർ psi n ഈ ലാംഡയിൽ ഈ ലാംഡ എന്നിൽ
ഇ ലാംഡ എൻ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ഇ ലാംഡയാണ്. ഈ ലാംഡയിൽ എഫിൻ്റെ വില എല്ലായ്പ്പോഴും ലാംഡയേക്കാൾ വലുതാണ്. ലാംഡ പറഞ്ഞാൽ അവിടെ സൈ എൻ. ദാറ്റ് മീൻസ് സൈ എന്നിൻ്റെ വില എല്ലായ്പ്പോഴും എഫിനേക്കാൾ കുറവായിരിക്കും ഓൺ ഇ ഫോർ എവരി എൻ. ദാറ്റ് മീൻസ് സൈ എൻ ഈസ് എ സിമ്പിൾ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ്. അങ്ങനെയാണെങ്കിൽ ഇൻഫിനിറ്റി ഈക്വൽ ടു മെഷർ ഓഫ് ഇ ലാംഡ, ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഇ ലാംഡ. കാരണം ഈ ലാംഡയുടെ മെഷർ ഇൻഫിനിറ്റി ആയതുകൊണ്ട് ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഇ ലാംഡയും ഇൻഫിനിറ്റി തന്നെയായിരിക്കും. വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ലിമിറ്റിംഗ് മെഷർ ഓഫ് ഇ ലാംഡ എൻ. ഇനി ലാംഡ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഇ ലാംഡ എൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ ഈ സൈ എൻ ആണ്. ദാറ്റ് മീൻസ് ലിമിറ്റ് എൻ ടെൻഷൻ ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഈ സൈ എൻ. ഓക്കെ, ബട്ട് ദിസ് വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എഫ് ബൈ ദി മോണോട്ടോണിക് പ്രോപ്പർട്ടി. സോ യു ഗോട്ട് വാട്ട്? ഇൻഫിനിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എഫ്. ഇൻഫിനിറ്റിയേക്കാൾ വലിയ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആര് തന്നെയായിരിക്കും? ഇൻഫിനിറ്റി തന്നെയായിരിക്കും. ദാറ്റ് മീൻസ് മെഷർ ഓഫ് ഇ ലാംഡയും ഇൻ്റഗ്രൽ ഓവർ എഫും ഇൻഫിനിറ്റി ആയി പോകുന്നു. അതിനർത്ഥം ഇൻഇക്വാളിറ്റി 1-നകത്ത് എൽ എച്ച് എസിൽ ഇൻഫിനിറ്റി കിട്ടുന്നു, ആർ എച്ച് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ലാംഡ ഇൻറ്റു ഇൻഫിനിറ്റി അതും കിട്ടുന്നു. ദാറ്റ് മീൻസ് 1 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഇവിടെ മെഷർ ഓഫ് ഇ ഇൻഫിനിറ്റി ആകുമ്പോൾ. നെക്സ്റ്റ് കേസ് വി കൺസിഡർ മെഷർ ഓഫ് ഇ ലാംഡ ഈസ് ഫൈനൈറ്റ് ആയിട്ട് എടുക്കും. ഇൻ ദിസ് കേസ് വി ഡിഫൈൻ എ സിമ്പിൾ ഫംഗ്ഷൻ ആസ് ഫോളോസ്. എച്ച് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു കൈ ഇ ലാംഡ. നോക്കൂ, ഇവിടെ ഇ ലാംഡയിൽ ഇതിൻ്റെ വില ലാംഡ ആയിരിക്കും, ബാക്കി കേസിൽ 0 ആയിരിക്കും. ദാറ്റ് മീൻസ് എച്ച് ഹാസ് ഓൺലി 2 വാല്യൂസ്, ദാറ്റ് ഈസ് ലാംഡ ആൻഡ് 0. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സിമ്പിൾ ഫംഗ്ഷൻ ബിക്കോസ് കൈ ഇ ലാംഡ ഈസ് എ മെഷറബിൾ ഫംഗ്ഷൻ. So lambda into chi e lambda is also measurable. That means h is a measurable functions having only 2 images, lambda and 0. That means it is a simple bounded measurable function with finite support. കാരണം ഈ ലാംഡയിൽ മാത്രമേ അതിൻ്റെ വില ലാംഡ കിട്ടൂ. ഈ ലാംഡയുടെ ഔട്ട്സൈഡ് റീജിയനിൽ എച്ചിൻ്റെ വില 0 ആയിരിക്കും. അപ്പോൾ ഈ ലാംഡ അതിൻ്റെ ഫൈനൈറ്റ് സപ്പോർട്ടായിട്ട് മാറുന്നു. ആൻഡ് ആൾസോ നോട്ട് ദാറ്റ് ഈ ലാംഡയിൽ എഫ് ഓഫ് എക്സിൻ്റെ വില ആൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാംഡയാണ്. ഇനി ഈ ലാംഡയിൽ എച്ചിൻ്റെ വില ലാംഡയുമാണ്. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഓൺ ഈ ലാംഡ. ദാറ്റ് മീൻസ് എച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ്. സോ യു ഗോട്ട് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ്. എച്ച് ഈസ് എ സിമ്പിൾ മെഷറബിൾ ഫംഗ്ഷൻ. ഇനി നമുക്കറിയാം ലെബേക്ക് ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഇൻ്റഗ്രൽ ഓവർ എച്ച് എന്ന് പറഞ്ഞാൽ ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഇ ലാംഡയാണ്. ആൻഡ് ബൈ മോണോട്ടോണിക് പ്രോപ്പർട്ടി ഇൻ്റഗ്രൽ ഓവർ ഈ മോണോട്ടോണിക് പ്രോപ്പർട്ടി അല്ല, ലെബേക്ക് ഇൻ്റഗ്രൽ ഓഫ് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ പ്രകാരം നമുക്ക് എന്താണെന്നറിയാം? ഇൻ്റഗ്രൽ ഓവർ എഫ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ എന്ത് വെച്ചുകൊണ്ടാണ്? കാരണം അത് ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ കൂടി അത്തരം ഫംഗ്ഷൻസിൻ്റെ സുപ്രീമം വാല്യൂ വെച്ചുകൊണ്ട്. സുപ്രീമം എല്ലായ്പ്പോഴും ഓരോ മെമ്പറിനേക്കാൾ വലുതായിരിക്കും. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ ഓവർ എച്ച് എന്ന് പറയുന്ന ഒരു മെമ്പറാണ്, ഇൻ്റഗ്രൽ ഓവർ എഫ് എന്ന് പറയുന്നത് സുപ്രീമമാണ്. സുപ്രീമം ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എനി മെമ്പർ. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ ഓവർ എച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എഫ്. ഓക്കെ, എച്ച് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുമ്പോൾ ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഇ ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എഫ്. അങ്ങനെയാണെങ്കിൽ 1 ലാംഡ കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മെഷർ ഓഫ് ഇ ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ലാംഡ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ എഫ് എന്ന് കിട്ടും. ഓക്കെ, താങ്ക് യു.